ലോക്സഭയിൽ പ്രതിപക്ഷവും ഭരണപക്ഷവും നേർക്കുനേർ. ഇരുസഭകളും പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് തിരിഞ്ഞു. ലോക്സഭാ നടപടികൾ ആരംഭിക്കും മുമ്പേ ഇരുപക്ഷവും മുദ്രാവാക്യങ്ങളുമായി ഇരിപ്പിടങ്ങളിൽ നിന്ന് എഴുന്നേറ്റു. ചർച്ച ആവശ്യപ്പെട്ട പ്രതിപക്ഷം നടുത്തളത്തിൽ ഇറങ്ങിയതോടെ ലോക്സഭ പിരിഞ്ഞു. चर्चा करें नियमों के तहत मैं इस विषय पर चर्चा करने की अनुमति दूंगा। सदन की कार्रवाई आज 12 बजे तक स्थगित की होगा. രാജ്യസഭയിൽ കേന്ദ്രമന്ത്രി കിരൺ റിജിജു ഇരുസഭകളിലും ചർച്ചയാവാമെന്ന് അറിയിച്ചെങ്കിലും പ്രതിപക്ഷ പ്രതിഷേധം തുടരുകയായിരുന്നു. വിവരങ്ങളുമായി അതുല്യ ചേരുന്നുണ്ട്. അതുല്യ, എന്തായാലും ഇന്നും സഭ പ്രക്ഷുബ്ധമാണ്. പ്രതിപക്ഷ പ്രതിഷേധം വലിയ രീതിയിൽ ഇന്നും സഭയെ ബാധിച്ചിരിക്കുകയാണ്. എന്തെല്ലാം ഉന്നയിച്ച ആവശ്യങ്ങൾ അല്ലെങ്കിൽ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ കേന്ദ്ര സർക്കാർ സമ്മതിക്കുന്നത് വരെ പ്രതിഷേധവുമായി മുന്നോട്ട് തന്നെ പോകാനാണോ പ്രതിപക്ഷത്തിന്റെ തീരുമാനം? കാർത്തു, വലിയൊരു ബഹളം തന്നെയാണ് ഇന്ന് രണ്ട് സഭകളിലും കാണാൻ കഴിഞ്ഞത്. ലോക്സഭയിൽ ആണെങ്കിൽ പ്രതിപക്ഷ എം പിമാരും അതുപോലെ തന്നെ ഭരണപക്ഷത്തെ എം പിമാരും നേർക്കുനേർ എത്തിയാണ് സഭയിൽ എത്തിയത് തന്നെ. സ്പീക്കർ ചേംബറിൽ നിന്ന് സഭയിലെ ചെയറിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ ഇരുപക്ഷവും വലിയ രീതിയിൽ മുദ്രാവാക്യം വിളികളുമായി ഇരിപ്പിടങ്ങളിൽ നിന്ന് എഴുന്നേറ്റ് സഭയ്ക്ക് നടുവിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ഇന്നലെ പ്രതിപക്ഷം എം പിമാർ മാത്രമാണ് പ്രതിഷേധിച്ചത് എങ്കിൽ ഇന്ന് ഭരണപക്ഷത്തു നിന്നുള്ളവരും പൂർണ്ണമായും ഒരു വലിയൊരു പ്രതിഷേധം അല്ലെങ്കിൽ ഒരു ബഹളത്തിന് തയ്യാറെടുത്ത് തന്നെയാണ് എത്തിയിട്ടുണ്ടായിരുന്നത്. തുടർച്ചയായി 4ാം ദിവസമാണ് സഭ നടപടികളിലേക്ക് കടക്കാതെ പിരിയുന്നത്. വർഷകാല സമ്മേളനമാണ്. നിരവധി ബില്ലുകൾ അവതരിപ്പിക്കാനുണ്ട്. കേന്ദ്രത്തെ സംബന്ധിച്ചിടത്തോളം സുപ്രധാനമായ നിരവധി ബില്ലുകൾ അവതരിപ്പിക്കുകയും അതുപോലെ തന്നെ മറ്റ് വികസിത് ഭാരത് ശിക്ഷാ അധിഷ്ഠാൻ അടക്കമുള്ള ബില്ലുകളിലെ പാർലമെന്ററി റിപ്പോർട്ട് പരിശോധിക്കുകയും ഒക്കെ ചെയ്യേണ്ടുന്ന ഒരു സമ്മേളനമാണ്. എന്നാൽ സമ്മേളനം ആരംഭിച്ച് 4ാം ദിവസവും സഭാ നടപടികളിലെ ചോദ്യോത്തരവേളയിലേക്ക് പോലും കടക്കാൻ സാധിക്കാതെ പിരിയുകയാണ് ഉണ്ടായത്. ഇന്ന് ഇത്തരത്തിൽ സഭ ആരംഭിക്കാനായി സഭാധ്യക്ഷനായിട്ടുള്ള സ്പീക്കർ അദ്ദേഹത്തിൻ്റെ ഡയസിലേക്ക് എത്തിയതും ഇരുപക്ഷവും ഈ കണ്ടതുപോലെ തന്നെ വലിയ ബഹളം വെച്ചുകൊണ്ട് മുന്നോട്ടേക്ക് ആവുകയായിരുന്നു. ചർച്ചയാവാം എന്ന് ലോക്സഭാ സ്പീക്കർ നിരവധി തവണ ആവർത്തിച്ചു. പക്ഷേ ചോദ്യോത്തര വേള കഴിഞ്ഞിട്ടല്ലാതെ ചർച്ചയിലേക്ക് കടക്കാൻ സാധിക്കില്ല എന്നതായിരുന്നു സ്പീക്കറുടെയും അതുപോലെ തന്നെ ഭരണപക്ഷത്തിൻ്റെയും നിലപാട്. സഭാ നടപടികൾ അതിൻ്റെ നടപടിക്രമങ്ങളിൽ തന്നെ പോകണം. ആദ്യം ചോദ്യോത്തര വേള നടക്കും. ചോദ്യോത്തര വേളയ്ക്ക് ശേഷം ചർച്ച ആകാം. അത് പക്ഷേ അപ്പോഴും ചോദ്യോത്തര വേളയ്ക്ക് ശേഷം ചർച്ച എങ്ങനെ നടത്തും എന്നതിലൊരു വ്യക്തമായ ഉത്തരം സർക്കാർ നൽകുന്നില്ല എന്നുള്ളതാണ് പ്രതിപക്ഷത്തെ കൂടുതൽ ചൊടിപ്പിക്കുന്നത്. ഇന്നും ഇത്തരത്തിൽ ചോദ്യോത്തര വേളയ്ക്ക് ശേഷം അറിയിക്കാം അല്ലെങ്കിൽ ചോദ്യോത്തര വേളയ്ക്ക് ശേഷം ചർച്ചയാകാം എന്നുള്ള അവ്യക്തമായിട്ടുള്ളൊരു മറുപടി അല്ലെങ്കിൽ അവ്യക്തമായിട്ടുള്ളൊരു നടപടിക്രമമാണ് നിർദ്ദേശിച്ചത്. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷം ഒരു ഇഞ്ച് പോലും പിന്നോട്ടേക്കില്ലായിരുന്നു. ഇരുപക്ഷവും ഇത്തരത്തിൽ ബഹളം തുടർന്നു. അതിനുശേഷം പ്രതിപക്ഷം നടുത്തളത്തിലേക്ക് കൂടി ഇറങ്ങിയപ്പോഴാണ് ലോക്സഭാ അധ്യക്ഷൻ ഇത്തരത്തിൽ സഭ 12 മണിവരേക്ക് നിർത്തിവെക്കുന്നതായി അറിയിച്ചത്. രാജ്യസഭയിലും സ്ഥിതി വ്യത്യസ്തമായിരുന്നില്ല. സാധാരണയായി ലോവർ ഹൗസും അപ്പർ ഹൗസും എന്നറിയപ്പെടുന്നതിൽ കുറച്ച് ആൾബലം കുറഞ്ഞ അല്ലെങ്കിൽ കുറച്ച് ആൾബലം കുറവുള്ള സഭയാണ് രാജ്യസഭ. പക്ഷേ ഇന്ന് അവിടെയും വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് കാണാൻ കഴിഞ്ഞത്. രാജ്യസഭയിൽ കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു സംസാരിക്കാൻ എഴുന്നേറ്റപ്പോൾ മുതൽ വലിയ രീതിയിൽ പ്രതിഷേധങ്ങളും എതിർപ്പുകളും ഉണ്ടായിരുന്നു. കിരൺ റിജിജു പറഞ്ഞത് രണ്ട് സഭകളിലും അതായത് രാജ്യസഭയിലും ലോക്സഭയിലും ഈ വിഷയത്തിൽ ചർച്ച ആവാം എന്നാണ്. രണ്ട് സഭകളിലും ചർച്ച ചെയ്യാൻ തയ്യാറാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതോടൊപ്പം തന്നെ ഇന്ന് രാവിലെ പ്രധാനമന്ത്രി ഒരു ട്വീറ്റ് പങ്കുവച്ചിരുന്നു. ട്വീറ്റല്ല, എക്സ്, പുതിയ സാമൂഹിക മാധ്യമമായിട്ടുള്ള എക്സിൽ ഒരു പോസ്റ്റ് പങ്കുവച്ചിരുന്നു. വിദ്യാർത്ഥികളുടെ ഭാവി തകർക്കുന്ന ഒരാളെയും വെറുതെ വിടില്ല,
സ്കൂളുകളിൽ നിന്നും നീറ്റ് പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയടക്കം പരിശോധിക്കാൻ കുറ്റവാളികൾക്ക് ശിക്ഷ നൽകാൻ അതിവേഗ കോടതികൾ സ്ഥാപിക്കുമെന്നുമായിരുന്നു ആ പ്രതികരണത്തിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ആ പ്രതികരണം എടുത്തു പറഞ്ഞുകൊണ്ടാണ് കിരൺ റിജിജു സംസാരിച്ചത്. എന്നാൽ ആ ഒരു പോസ്റ്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് വലിയ ബഹളമുണ്ടായി. മല്ലികാർജ്ജുൻ ഖാർഗെ അടക്കമുള്ളവർ മുതിർന്ന നേതാക്കൾ എഴുന്നേറ്റ് നിന്ന് കിരൺ റിജിജുവിനെ എതിർത്തു. ചർച്ച രണ്ട് സഭകളിലും ആകാമെന്ന് അദ്ദേഹം പറഞ്ഞുവെങ്കിലും നിലവിൽ കേന്ദ്രം മുന്നോട്ട് വെക്കുന്നത് പോലെയുള്ള ഉപാധികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ചർച്ച നടത്താൻ സാധിക്കില്ല, നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന വ്യവസ്ഥകൾക്കുള്ളിൽ നിന്ന് ചർച്ച നടത്താനാകില്ല എന്ന് മല്ലികാർജ്ജുൻ ഖാർഗെയും തുറന്നടിക്കുകയായിരുന്നു. രാജ്യസഭയിലും ഇതേ രീതിയിൽ ബഹളം അതിന് പിന്നാലെ രാജ്യസഭാ അധ്യക്ഷനും സഭ 12 മണിവരേക്ക് പിരിഞ്ഞതായി പ്രഖ്യാപിക്കുകയായിരുന്നു. എന്തായാലും പാർലമെന്റിന്റെ രണ്ട് സഭകളിലും പ്രതിപക്ഷം ഒരു ഇഞ്ച് പോലും പിന്നോട്ടില്ല എന്നുള്ള നിലപാടിൽ തന്നെ തുടരുകയാണ്. सब पार्टी ने ये मांग किया है कि नीट पे चर्चा होना चाहिए. आज भी पूरा एनडीए पार्टी की ओर से भी फिर से मांग किया है. हम ये मांग करते कि चर्चा आज ही शुरू होना चाहिए. मिनिस्टर का बयान हुआ है, ये इन्वेस्टिगेटिव बयान है ये, और दूसरा जो है एजुकेशन मिनिस्टर का इस्तीफा होना चाहिए. चर्चा करने के लिए चर्चा से चर्चा के लिए എന്നാലും പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് 4ാം ദിവസവും പാർലമെന്റ് പിരിയുന്ന സാഹചര്യമാണ് ഉള്ളത്. ചർച്ചകൾക്കടക്കം തയ്യാറാകാതെ പ്രതിപക്ഷം പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്തായാലും ലോക്സഭ 12 മണിവരെയാണ് പിരിഞ്ഞിരിക്കുന്നത്. അതുല്യാണ് വിവരങ്ങൾ നൽകിയത്.